ആലപ്പുഴയിൽ ഓരോ ദിവസം കഴിയും തോറും പലതരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ടുകൊണ്ട് തന്നെ BJP-യിലേക്കുള്ള ഒരു ഒഴുക്കിൻ്റെ ആഴം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം BJP-യുടെ വോട്ട് ഷെയർ അവിടെ ഉയർന്നതിന് ശേഷം ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി അവിടെ നിന്ന് മത്സരിച്ചു. അവിടെ പ്രതീക്ഷിക്കാത്ത ഒരു മുന്നേറ്റം ഉണ്ടാക്കി. തീർച്ചയായിട്ടും ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലം BJP-ക്ക് ഒരു ക്ലാസ് മണ്ഡലമായി മാറുകയായിരുന്നു. പിന്നീട് അതിനുശേഷം BJP-യിലേക്ക് ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും വന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവ് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ 17 പേരാണ് ഇപ്പോൾ കൂട്ടമായിട്ട് ഇടതും വലതും വിട്ടുകൊണ്ട് BJP-യിലേക്ക് ഒറ്റയടിക്ക് എത്തിയിരിക്കുന്നത്. വിശദമായി പറയുകയാണെങ്കിൽ വെൺമണിയിലാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇടതു വലത് മുന്നണികളുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചുകൊണ്ട് 17 പേരാണ് കൂട്ടമായിട്ട് ഇപ്പോൾ BJP-യിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള സന്ദീപ് വാചസ്പതി 17 പേർക്കും അംഗത്വം നൽകി BJP-യിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. ആലപ്പുഴയിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള മാറ്റങ്ങൾ കാണപ്പെടുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇതിനു മുന്നേ തന്നെ ഇടതുപക്ഷം വിട്ടുകൊണ്ട് ഒട്ടനവധി പേർ, അതായത് ഏകദേശം 230ഓളം പേർ ഒറ്റയടിക്ക് BJP-യിലേക്ക് വന്ന ഒരു കാഴ്ച ആലപ്പുഴയിൽ കായംകുളത്ത് കണ്ട ഒരു കാഴ്ച തന്നെയാണ്. അതിനുശേഷമാണ് പല രീതിയിലും പലരും BJP-യിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ടുകൊണ്ട് 17 പേർ BJP-യിൽ ഒറ്റയടിക്ക് എത്തിയിരിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം BJP സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് BJP-ക്ക് മുന്നേറ്റം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഏറെ ഭയക്കേണ്ട ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഏത് തരത്തിൽ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ തന്നെ ബാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെയുള്ള ഈ ഒരു കൂട്ടക്കൊഴിച്ചിലൊക്കെ തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയാണ് എന്ന തരത്തിലുള്ള ഒരു സ്ഥലത്ത് വളരെ വലിയ തോതിലുള്ള തിരിച്ചടികൾ ഇടതുപക്ഷത്തിന് ഏറ്റുവാങ്ങേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ BJP-ക്ക് ഏത് തരം തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, അത് ഏത് തരത്തിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി മാറുമെന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.